ഹലോ. ആ കിളവനവളെ നിങ്ങളുടെ കൂടെ വിട്ടില്ലല്ലേ? അയാൾ വിട്ടാലും വിട്ടില്ലെങ്കിലും ഇന്ന് രാത്രി അവളെ നിങ്ങളടുത്ത് ഞങ്ങൾ കൊണ്ടുവരും. എങ്ങനെ? എങ്ങനെയും വേണ്ടി വന്നാൽ ഞങ്ങൾ അവളെ തട്ടിക്കൊണ്ടുവന്ന് തരും. പോരെ? ഗുഡ്, വെരി ഗുഡ്. പക്ഷെ അതിനു മുമ്പ് ഇപ്പോ എനിക്ക് എന്റെ അമ്മയോടൊന്ന് സംസാരിക്കണം. സോറി മിസ്റ്റർ ഗോപാലകൃഷ്ണൻ, അമ്മ നല്ല ഉറക്കത്തിലാണ്. ആദ്യം നിങ്ങൾ അവളെ തട്ടിക്കൊണ്ടുവരൂ, അതിനുശേഷം രാത്രി ഞാൻ അങ്ങോട്ട് വിളിക്കാം. അപ്പ ഗോപാലകൃഷ്ണൻ അമ്മയായിട്ട് നേരിട്ട് സംസാരിക്കാൻ. മഹേന്ദ്രവർമ്മ പ്ലീസ്. പിന്നെ അവളെ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ഇനി ഒരിക്കലും ഗോപാലകൃഷ്ണൻ അമ്മയായിട്ട് സംസാരിക്കില്ല, അത് മറക്കണ്ട. ഹലോ ഹലോ. ഇന്ന് രാത്രി അവളെ പിടിച്ചുകൊണ്ടുവരാൻ അവരവിടെ ചെല്ലും. അവർക്ക് മുമ്പേ അതേ വേഷത്തിൽ നമ്മുടെ ആളുകൾ അവിടെ ചെല്ലണം. അവളുടെ കഥ കഴിക്കണം. ആ നാടകരത്തുന്നതിന് മുമ്പ് അവളുടെ കഥ കഴിച്ചിരിക്കണം. ദാ ചെല്. അപ്പൊ പിന്നെ വാതിൽ തുറക്കണ്ടേ? വാതിലൊക്കെ ഞങ്ങൾ തുറന്നോളാം. മത്തായിച്ചേട്ടൻ ഇവിടെ നിന്നാ മതി. ബാലകൃഷ്ണ, നമുക്ക് ഒന്നിച്ചിടിച്ചു തുറക്കാം. 1 2 3. എന്തൊരു പണിയാ കാണിച്ചത്? ഇപ്പൊ മൂക്കടിച്ച് വീണാനല്ലോ. വാതിൽ ചവിട്ടി തുറക്കാൻ നേരത്താണ് തുറന്നിരുന്നത്. തുറന്നിട്ട് ഞാനല്ല. പതുക്കെ പതുക്കെ. നമ്മള് വരൂന്ന് പറഞ്ഞിട്ട് അവള് നേരത്തെ തുറന്നു വെച്ചതാ. എന്തെങ്കിലും ആവട്ടെ, എന്തെങ്കിലും ആവട്ടെ. കേറിക്കോ കേറിക്കോ. വലത്ത് കാല് വെച്ച് കേറ്. നിക്ക് ഞാൻ തുറന്നു തരാം. എനിക്ക് നല്ല പരിചയമുണ്ട്. ഞാൻ പിടിച്ചിട്ടു. ഞങ്ങള് രണ്ടാളും ഇവിടെ ഉണ്ട്. എന്താ ഒരു ഒച്ച കേട്ടത്? ആ ഫ്ലവർ ബോട്ടിലില്ലേ, ഫ്ലവർ ബോട്ടിൽ, അവൻ എന്റെ മേത്തേക്ക് വീഴാൻ നോക്കിയതാ. നശിപ്പിക്കും ഈ ചേട്ടൻ. ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കുന്നതിന് മുമ്പ് നമുക്ക് ആ പെണ്ണിന് മുറി കണ്ടുപിടിക്കാം. ഇതെവിടുന്ന തോക്ക്? തോക്കാ? എവിടെ? അയ്യോ, ഇത് തോക്കാണല്ലോ. നീയല്ലേ ഞാനല്ല. അപ്പൊ പിന്നെ നീയായി? ഞാനല്ല. ആ വാതിൽ തുറക്കണം വെച്ചിട്ട് നീയല്ലേ വന്നത്? വാതിൽ തുറന്നപ്പോഴാ? എപ്പോ? കഴിഞ്ഞ ബുധനാഴ്ച ഞാൻ ഒറ്റ വെടി വെച്ചില്ല. എന്ത് ബാലകൃഷ്ണൻ ഇയാൾ കാണിക്കുന്നത്? പണ്ടത്തെ പോലെ എവിടുന്ന് ഒരു തോക്ക് എടുത്തോണ്ട് വന്നിരിക്കുക. കംപ്ലീറ്റ് പ്ലാൻ ഇയാൾ കൊളവാക്കും. നിക്ക്. നമ്മൾ എത്ര പേരെ വന്നത്? നമ്മൾ 3 പേര്. 3 പേരല്ലേ ഉള്ളൂ. 1 2 3. അപ്പൊ പിന്നെ ഇതാരാ? ഞാൻ ഗോപാലകൃഷ്ണൻ. ഞാൻ മത്തായി. ഞാൻ ബാലകൃഷ്ണൻ. അപ്പൊ പിന്നെ ഇവനാരടാ? തോക്കുമ്പോ പിടിച്ച് കളിക്കല്ലേ എന്ന് പറഞ്ഞ. അപ്പൊ ആൾക്കാർ ഇത്രയുണ്ട് അവിടെ. തോക്കല്ലേ പ്രശ്നം? അത് ഇതങ്ങടെ പോട്ടെ. ആദ്യം തോക്കില്ലട എന്റെ കയ്യില്. അയ്യോ, സ്റ്റെല്ല, സ്റ്റെല്ല, മോളെ സ്റ്റെല്ല, സ്റ്റെല്ല, എവിടെയാ സ്റ്റെല്ല?
എന്റെ മോള് നിങ്ങൾ എന്ത് ചെയ്യാ പറയടാ. സർ, ഞങ്ങൾ അവളെ തട്ടിക്കൊണ്ടുപോകാൻ വന്നെന്നുള്ള സത്യമാണ്. പക്ഷെ ഞങ്ങൾ അവളെ കണ്ടതുപോലും ഇല്ല. പിന്നെ പിന്നെ അവൾ എവിടെ പോയടാ? എവിടെ പോവാൻ? ഇവിടെ തന്നെ ഉണ്ടാവും. വാ നമുക്കൊന്ന് നോക്കാം. പ്രിയപ്പെട്ട അച്ഛനും അമ്മയും അറിയാൻ ഞാൻ പോവാണ്. ഇനി ഒരിക്കലും എന്നെ അന്വേഷിക്കരുത്. എന്നെ ഓർത്ത് ദുഃഖിക്കുകയും അരുത്. ഞാൻ പോകുന്നത് വേറെ എങ്ങോട്ടുമല്ല, ഗോപാലകൃഷ്ണന്റെ അടുത്തേക്കാണ്. ആ അമ്മയെ രക്ഷിച്ചേ പറ്റൂ. ഞാൻ മൂലം ആ അമ്മയ്ക്ക് ഒരു അപകടം ഉണ്ടാവരുത്. ഇനി എന്റെ ജീവൻ നഷ്ടപ്പെടുത്തിയിട്ടാണെങ്കിലും എനിക്ക് ആ അമ്മയുടെ ജീവൻ രക്ഷിക്കണം. കാരണം എന്റെ ജീവനേക്കാളേറെ ഞാൻ ആ അമ്മയും മോനെ സ്നേഹിക്കുന്നു എന്ന് മകൾ സ്റ്റെല്ല. സ്റ്റെല്ല, സ്റ്റെല്ല, ഗോപാലകൃഷ്ണ, എല്ലാവരുടെ ബാഗല്ലേ? സ്റ്റെല്ല, 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 സ്റ്റെല്ല. അവളിങ്ങോട്ട് വന്നിട്ട് ഇവിടുന്ന് അവൾ എവിടെ പോയി? ആ മഹേന്ദ്രവർമ്മ എങ്ങാനും കാര്യങ്ങളൊക്കെ വളർത്തൊന്നും പറയാതെ മത്തായിച്ചേട്ടാ. നമുക്കെന്നാ പോലീസിൽ അറിയിച്ചാലോ? പോലീസ് പോലീസ് പോലീസാണ് മത്തായിച്ചേട്ടൻ അമ്മ അയച്ചനോ? പോലീസിൽ നിന്ന് വിളിക്കേണ്ട ഗോപാലകൃഷ്ണ. ഇത് മഹേന്ദ്രവർമ്മയുടെ ഫോണാണെങ്കിൽ നീ സംസാരിക്കാതിരിക്കാൻ നല്ലത്. എടുക്കും മത്തായിച്ചേട്ടാ, അവൻ എന്താ പറയുന്നത് നോക്കാം. ഹലോ, റാംജി റാവു സ്പീക്കിംഗ്. എന്താന്ന്? റാംജി റാവു സ്പീക്കിംഗ്. എന്താ മത്തായി ചേട്ടാ? എന്താ? രാംജിറാവു. റാംജിറാവു? ഇവൻ എന്തിനാടാ ഇപ്പൊ ഇങ്ങോട്ട് പണ്ടാറടങ്ങിയത്? ഈ നേരത്തെ ഏത് തെണ്ടിയാടാ ഇവനെ ജയിലിൽ നിന്ന് തുറന്നു വിട്ടത്? ഹലോ 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 കണ്ട അതിലുണ്ട്. ഹലോ എന്റെ കൈയും കാലും പറിച്ചിട്ട് പാടില്ല, ഒന്ന് നിൽക്കടാ. ഹലോ. റാംജി റാവു, നിനക്കിപ്പോ എന്താ വേണ്ടത്? നമ്മൾ തമ്മിൽ പഴയ ഒരു കണക്കുണ്ടല്ലോ, അതൊന്ന് തീർക്കണ്ടേ? തീർക്കണോ? എന്നാ ഉടനെ തീർക്കാം. ഇപ്പൊ അതിന് പറ്റിയ സമയം. ഫോൺ നിലത്ത് വെച്ചിട്ട് നിന്റെ പണി നോക്കടാ പട്ടി. ഗോപാലകൃഷ്ണ, ഗോപാലകൃഷ്ണ, നമ്മുടെ സ്റ്റെല്ല. സ്റ്റെല്ല? ഹലോ ഗോപാലകൃഷ്ണ, ഞാൻ അവിടെ വന്ന് ഗോപാലകൃഷ്ണ കാത്തിരിക്കായിരുന്നു. എന്നിട്ട് നീ എങ്ങനെ ഇവന്റെ കയ്യിൽ ചെന്ന് പെട്ടു? ഞാൻ പിടിച്ചുകൊണ്ടുവന്നു. എന്തിനാണെന്ന് മനസ്സിലായോ? നിങ്ങൾ എനിക്ക് കുറച്ച് പണം തരാനുണ്ടല്ലോ. കൃത്യമായിട്ട് പറഞ്ഞാൽ 3 ലക്ഷം രൂപ. അതെനിക്ക് തിരിച്ചു കിട്ടണം. ഇന്ന് രാത്രി 12 മണിക്കുള്ളിൽ ആ 3 ലക്ഷം രൂപയുമായി നീ വരണം. നഗരാതിർത്തിയിൽ ആ കുന്നിൻ മുകളിൽ പണി കഴിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സിവിൽ സ്റ്റേഷന്റെ 3ാമത്തെ നിലയിൽ നിന്റെ പെണ്ണിനെയും കൊണ്ട് ഞാൻ വരും. എന്തു പറയുന്നു? വരാമെന്ന് പറ. അപ്പൊ പണം? നീ ആദ്യം വരാന്ന് പറയടാ. വരാം. പഴയ പോലെ തന്ത്രം കാണിക്കാനോ പോലീസിനെ അറിയിക്കാനോ ശ്രമിച്ചാൽ പിന്നെ നീ ഇവളെ ജീവനോടെ കാണില്ല. എനിക്കിത് വേണം. എന്റെ അമ്മയോടും അവളോടും നിങ്ങളോടും ഒക്കെ ചെയ്ത കള്ളത്തരത്തിന് ദൈവം തന്ന ശിക്ഷയായത്. മത്തായി ചേട്ടാ, ബാലകൃഷ്ണ, എനിക്ക് പേടിയാവുന്നു. ഒന്നുകിൽ അവളെ എനിക്ക് നഷ്ടപ്പെടും, അല്ലെങ്കിൽ എന്റെ അമ്മ എനിക്ക് നഷ്ടപ്പെടും. തീർച്ചയാ. നീ പേടിക്കണ്ടടാ, നിനക്കാരും നഷ്ടപ്പെടില്ല. ആദ്യം റാംജി റാവുവിന്റെ കയ്യിൽ നിന്നും നമുക്ക് അവളെ രക്ഷപ്പെടുത്താം. അതിനുള്ള പണം അവൾ തന്നെ ഇവിടെ കൊണ്ടുവച്ചിട്ടില്ലേ? അതെ, ആ ദുഷ്ടന്റെ പണം. ഒരു ദുഷ്ടന്റെ പണം വേറൊരു ദുഷ്ടന്റെ കയ്യിൽ ചെന്ന് ചേരട്ടെ. ആ പണം നമ്മുടെ കയ്യിലിരുന്ന നമ്മളും കൂടെ ദുഷ്ടന്മാരാവും. അങ്ങനെയെങ്കിൽ ആ പണം കൊണ്ട് ഒരു ഉപകാരം ഉണ്ടാവട്ടെ. നീ പാടാ.